നിയമപരവും ഭരണഘടനാപരവും സാമൂഹികപരവുമായ വെല്ലുവിളികൾക്കിടയിൽ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ വേഗത്തിലാക്കി നേപ്പാൾ. മാർച്ച് 5-നാണ് നേപ്പാളിലെ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇനി 100-ൽ താഴെ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ജൻസി പ്രക്ഷോഭത്തിന് പിന്നാലെ ചുമതലയേറ്റ സുശീല കാർക്കിയുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ രാജ്യത്തെ പുതിയ പ്രതിനിധി സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 27-ന് നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ശങ്കർ പൊക്രേലുമായി കാർക്കി ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ മുതിർന്ന നേതാക്കളായ KP ശർമ്മ ഒലി, പുഷ്പ കമാൽ ദഹൽ, ഷേർ ബഹാദൂർ ദ്യൂബ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പിനെ എതിർക്കുന്നില്ലെങ്കിലും മാനദണ്ഡങ്ങൾ അപര്യാപ്തമാണെന്ന നിലപാടിലാണ് UML. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകണോ പാർലമെന്റ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കണമോ എന്നത് സംബന്ധിച്ച് UML തീരുമാനം എടുത്തിട്ടില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പാർട്ടി രജിസ്റ്റർ ചെയ്തത് സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതീക്ഷ നൽകുന്നുണ്ട്. നിലവിലെ അസ്ഥിരതയെ ചെറുക്കുന്നതിനുള്ള ഏക പോംവഴി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിന് നേപ്പാളി കോൺഗ്രസ് ഔദ്യോഗികമായ പിന്തുണ നൽകിയിട്ടുണ്ട്. പുഷ്പ കമൽ ദഹലിന്റെ നേതൃത്വത്തിലുള്ള നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വോട്ടെടുപ്പിന്റെ ഭാഗമാകും. ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഒരുമിച്ച് നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ദഹലിന്റെ ലക്ഷ്യം. മാവോയിസ്റ്റ് വിഭാഗവും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അഴിമതിക്കും രാഷ്ട്രീയ അസ്ഥിരതയ്ക്കുമെതിരെ നേപ്പാളിലുണ്ടായ ജൻസി പ്രക്ഷോഭമാണ് തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് ആക്കം കൂട്ടിയത്. 137-ൽ അധികം പാർട്ടികൾ ഇതിനോടകം തെരഞ്ഞെടുപ്പിന് സന്നദ്ധത അറിയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2022-ലെ അപേക്ഷിച്ച് ഇത് വളരെ കൂടുതലാണ്. 82 പാർട്ടികളാണ് അന്ന് രജിസ്റ്റർ ചെയ്തിരുന്നത്. വിരമിച്ച സുരക്ഷാ ജീവനക്കാർ, മുൻ സർക്കാർ ഉദ്യോഗസ്ഥർ, ബിസിനസ്സുകാർ, മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവരെല്ലാം രാഷ്ട്രീയ ഗോതയിലുണ്ട്. ബുദ്ധ എയർ ഉടമ ബീരേന്ദർ ബഹദൂർ ബാസ്നെറ്റ് സ്വന്തം പാർട്ടി രൂപീകരിച്ചു. പ്രധാന പാർട്ടികൾക്കുള്ളിൽ എതിർപ്പുകളും പിളർപ്പുകളും വർദ്ധിച്ചു. കൂടുതൽ പേരും നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായേക്കുമെന്നാണ് സൂചനകൾ. ജൻസി നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള പുതിയ പാർട്ടികളും തെരഞ്ഞെടുപ്പിന്റെ പ്രതീക്ഷകളിലാണ്.